പത്രോസിന്റെ രണ്ടാം ലേഖനം. ഇത് അഭിസംബോധന ചെയ്യുന്നത് പത്രോസിന്റെ ആദ്യ ലേഖനത്തിലുള്ള അതേ സഭകളോട് തന്നെയാണ്. ഇത് എഴുതപ്പെട്ടത് റോമിലെ അതേ സ്ഥലത്തുനിന്ന് ആണെന്ന് സാധ്യതയുണ്ട്. പത്രോസിന് അവൻ അധികം വൈകാതെ മരിക്കുമെന്ന വസ്തുത മനസ്സിലായി. പുരാതന സമ്പ്രദായ തെളിവുകളിൽ നിന്ന് നാം മനസ്സിലാക്കുന്നത് പത്രോസ് റോമൻ അധികാരികളാൽ നീറോ ചക്രവർത്തിയുടെ ഭരണകാലത്ത് വധിക്കപ്പെട്ടുവെന്നാണ്. അതുകൊണ്ട് ഈ ലേഖനം പത്രോസിന്റെ വിടവാങ്ങൽ പ്രസംഗമാണെന്ന് പറയാം. അവൻ ഒരു അന്തിമ ആഹ്വാനം നൽകിക്കൊണ്ടാണ് ആരംഭിക്കുന്നത്. യേശുവിന്റെ അനുയായികൾ എല്ലായ്പ്പോഴും വളർന്നുകൊണ്ടിരിക്കണം. അതിനുശേഷം ഈ സഭാസമൂഹത്തിൽ വളരെയധികം വളർന്നുകൊണ്ടിരുന്ന ക്രൈസ്തവരെ വഴിതെറ്റിക്കുന്ന തെറ്റായ ഉപദേഷ്ടാക്കന്മാരെക്കുറിച്ചുള്ള രണ്ട് അവസാന മുന്നറിയിപ്പുകളാണ്. ഒന്നാമതായി അവരുടെ വികലമായ ജീവിത രീതിയാൽ, രണ്ടാമതായി അവരുടെ തെറ്റായ ദൈവശാസ്ത്രത്താൽ. ലേഖനത്തിൽ ഉടനീളം പത്രോസ് തനിക്കെതിരെയും മറ്റ് അപ്പോസ്തലന്മാർക്കെതിരെയും ഈ ഉപദേഷ്ടാക്കന്മാർ ആരോപിക്കുന്ന കുറ്റങ്ങളെ എതിർക്കുകയാണ്. അങ്ങനെ പത്രോസിന്റെ ലക്ഷ്യം ഈ സഭാസമൂഹങ്ങളിൽ ആത്മവിശ്വാസവും ക്രമവും പുനഃസ്ഥാപിക്കുക എന്നതാണ്. അതുകൊണ്ട് പത്രോസ് ഈ സഭകളെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ആരംഭിക്കുന്നു. യേശുവിലൂടെ ദൈവം തന്റെ സ്വന്തം ദൈവിക സ്വഭാവത്തിൽ പങ്കാളിയാകാൻ ആയിത്തീരുവാനുള്ള ദൈവത്തിന്റെ ആളുകളെ ക്ഷണിച്ചിരിക്കുന്നു. അതായത് ദൈവത്തിന്റെ സ്വന്തം നിത്യജീവനിലും സ്നേഹത്തിലും പങ്കാളിയാകുവാൻ. ഇത് വളരെ ആശ്ചര്യപ്പെടുത്തുന്നതാണ്. അതിന് ജീവിതകാലം മുഴുവൻ ഒരു പ്രതികരണം ആവശ്യമാണ്. ഈ ദാനങ്ങളെ സ്വീകരിക്കുക എന്നാൽ ദൈവത്തിന്റെ സ്വന്തം ദൈവിക സ്വഭാവ ഗുണങ്ങളുള്ള സ്വഭാവത്തെ രൂപീകരിക്കുവാൻ സമർപ്പിക്കുക എന്നതാണ്. പത്രോസ് ഇവിടെ 7 വിശേഷ ഗുണങ്ങൾക്കായി പ്രയത്നിക്കുവാനുള്ള പട്ടിക തരുന്നു. അവസാനത്തേത് മറ്റുള്ളവയെ എല്ലാം ഉൾക്കൊള്ളിച്ച് ശ്രേഷ്ഠമായി നിൽക്കുന്നു. അത് സ്നേഹമാണ്. യേശുവിനെ സംബന്ധിച്ചിടത്തോളം അത് മറ്റുള്ളവരുടെ ക്ഷേമത്തിനായി തന്നെ തന്നെ സമർപ്പിക്കുക എന്നതാണ്. അവരുടെ പ്രതികരണമോ കൊടുക്കേണ്ട മൂല്യമോ ഒരു പ്രശ്നമല്ല. സ്നേഹം എന്നത് പത്രോസിനെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിന്റെ സ്വന്തം ജീവിതത്തിൽ പങ്കാളിയാകുക എന്നതാണ്. പത്രോസ് പിന്നീട് ലേഖനത്തിന്റെ ഉദ്ദേശ്യം പ്രതിപാദിക്കുന്നു. ഇത് തന്റെ ഉപദേശങ്ങളുടെ ഒരു സ്മാരകമായി വരും തലമുറകൾക്ക് കൈമാറുവാൻ കഴിയുന്ന നിലയിൽ പ്രവർത്തിക്കുവാൻ പോകുന്നതാണ്. കാരണം ഇത് വ്യക്തിപരമായി നൽകുവാൻ അധികനാൾ അവൻ ചുറ്റുമുണ്ടാകില്ല. അതുകൊണ്ട് അവൻ മരിക്കുന്നതിനു മുമ്പായി യേശുവിന്റെയും അപ്പോസ്തലന്മാരുടെയും ഉപദേശങ്ങളെ വളച്ചൊടിക്കുന്ന ഉപദേഷ്ടാക്കന്മാർ ആരോപിക്കുന്ന ഈ പ്രതിഷേധങ്ങളെയും കുറ്റാരോപണങ്ങളെയും സംബോധന ചെയ്യുവാൻ അവൻ ആഗ്രഹിക്കുന്നു. പത്രോസ് ആദ്യമായി അന്നത്തെയും വരാൻ പോകുന്നതുമായ അവിശ്വാസികളായവർ ആവർത്തിക്കുന്ന ചില കുറ്റാരോപണങ്ങളെ അഭിസംബോധന ചെയ്യുകയാണ്. അത് യേശു മരണത്തിൽ നിന്നും പുനരുത്ഥാനം ചെയ്തുവെന്നും അവൻ ലോകത്തിന്റെ രാജാവാണെന്നൊക്കെ അവനും അപ്പോസ്തലന്മാരും ചേർന്ന് സൃഷ്ടിച്ച കുറേ കഥകളാണെന്ന്. യഥാർത്ഥത്തിൽ യേശു ഒരു ദിവസം മടങ്ങിവരുവാൻ പോകുന്നില്ല. അതുകൊണ്ട് പത്രോസ് താൻ കണ്ട യേശുവിന്റെ മലമുകളിലുണ്ടായ രൂപാന്തരത്തിന്റെ ആ ശക്തമായ നിമിഷത്തെക്കുറിച്ച് സാക്ഷ്യം പറയുന്നു. മർക്കോസ് 9-ാം അധ്യായത്തിലെ കഥ ഓർക്കുക. യേശു രാജാവായി വാഴ്ത്തപ്പെടുന്നത് അപ്പോസ്തലന്മാർ കണ്ടു. അവൻ ഒരു രാജാവായി ജീവിക്കുന്നുവെന്നും നമ്മുടെ ലോകത്തെ രക്ഷിക്കുവാൻ ഒരു ദിവസം മടങ്ങിവരുമെന്നുമാണ് അവന്റെ പുനരുത്ഥാനം അർത്ഥമാക്കുന്നത്. അതുകൊണ്ട് ദൈവരാജ്യം കൊണ്ടുവരുവാനുള്ള യേശുവിന്റെ ഭാവി മടങ്ങിവരവ് പുരാതന തിരുവെഴുത്തുകളെല്ലാം ചൂണ്ടിക്കാണിച്ചുകൊണ്ടിരിക്കുന്ന സകലത്തെയും പൂർത്തീകരിക്കും. പഴയ നിയമ പ്രവാചകന്മാരുടെ വാക്കുകൾ കെട്ടിച്ചമച്ച ഭാവനകളല്ല, മറിച്ച് തിരുവെഴുത്തിന്റെ ഈ മനുഷ്യവാക്കുകളിലൂടെയും യേശു എന്ന മനുഷ്യനിലൂടെയും ദൈവം തന്നെയാണ് നമ്മോട് സംസാരിച്ചത്. പത്രോസ് പിന്നീട് സഭയിലെ ദുഷിച്ച ഉപദേഷ്ടാക്കന്മാരാൽ ഉന്നയിക്കപ്പെട്ട ഭീഷണികളെക്കുറിച്ച് സംസാരിക്കുന്നു. അവർ ഉന്നയിച്ച കൂടുതൽ എതിർപ്പുകളിലേക്ക് അവൻ ശ്രദ്ധയെ കേന്ദ്രീകരിക്കുന്നു. പ്രാരംഭമായി ഈ ഉപദേഷ്ടാക്കന്മാർ ദൈവം സകലരെയും തങ്ങളുടെ തിരഞ്ഞെടുപ്പുകളുടെ ഉത്തരവാദികളാക്കുവാൻ പോകുമ്പോഴുള്ള അന്തിമ കണക്ക് തീർക്കൽ എന്ന ആശയത്തെ നിഷേധിക്കുന്നു. അങ്ങനെ ഈ നിഷേധം പണത്തെയും ലൈംഗികതയെയും കുറിച്ചുള്ള യേശുവിന്റെ ഉപദേശങ്ങളെ അവഗണിക്കുവാൻ സൗകര്യാർത്ഥം അനുവദിക്കുന്നു. കാരണം അവർ സഭകളിൽ പഠിപ്പിക്കുന്നതിലൂടെ ധാരാളം ലാഭമുണ്ടാക്കുന്നു. പിന്നെ അവർ നിരവധി ലൈംഗിക ബന്ധങ്ങളിൽ ഏർപ്പെടുന്നു എന്ന വസ്തുത പറയേണ്ട ആവശ്യമില്ല. എന്നാൽ പത്രോസ് വായനക്കാരെ ഓർമ്മിപ്പിക്കുന്നത് ദൈവത്തിന് കഴിയുമെന്നും മത്സരികളെ അവന്റെ നീതി കൊണ്ട് നേരിടുമെന്നും എന്നാണ്. ദൈവം ഇങ്ങനെ നേരിട്ട 3 പുരാതന ഉദാഹരണങ്ങളെ അവൻ ഓർമ്മിക്കുന്നു. അവൻ ആദ്യമായി ഉൽപ്പത്തി 6-ാം അധ്യായത്തിലെ ദൈവത്തിന്റെ പുത്രന്മാരുടെ കഥയെക്കുറിച്ച് സൂചിപ്പിക്കുന്നു. കാരണം ഇത് അക്കാലത്തെ പ്രശസ്തമായ ഒരു യഹൂദ കൃതിയായ 1-ാം ഹാനോക്കിൽ വ്യാഖ്യാനിക്കപ്പെട്ടതാണ്. 1-ാം ഹാനോക്ക് പറയുന്നു, ദൈവത്തിന്റെ പുത്രന്മാർ എന്നത് അതിരുകളെ ലംഘിച്ച് സ്ത്രീകളുമായി ശയിച്ച ദൈവത്തിന്റെ ന്യായവിധി നേടിയ നിഷേധികളായ ദൂതന്മാരാണ്. പിന്നീട് പത്രോസ് പുരാതന ജലപ്രളയത്തിന്റെ കഥ കൊണ്ടുവരുന്നു. ശേഷം സൊദോമിന്റെയും ഗൊമോറയുടെയും കഥ. ഓരോ സംഭവത്തിലും ദൈവിക ന്യായവിധിയിലേക്ക് നയിച്ച ഒരു കലാപമുണ്ടായിരുന്നു. പക്ഷേ തന്റെ ജനങ്ങളെ മോചിപ്പിക്കുന്നതിനായി ദൈവം എപ്പോഴും വിശ്വസ്തനായിരുന്നുവെന്ന് പത്രോസ് പറയുന്നു. ഉദാഹരണമായി അവൻ ലോത്തിന്റെ കഥയെ ഉപയോഗിക്കുന്നു. പത്രോസ് പിന്നീട് ഈ പുരാതന കഥകളെ ഉപദേഷ്ടാക്കന്മാരുടെ ദുഷിച്ച ജീവിതരീതിയുമായി ബന്ധിപ്പിക്കുന്നു. അവരും പണത്തിന്റെയും ലൈംഗികതയുടെയും പിറകെയാണ്.
അവർ ദൈവത്തിന്റെ അധികാരത്തെ പുച്ഛിക്കുകയും ദൈവം സാൻമാർഗിക തീരുമാനങ്ങളെക്കുറിച്ച് ശ്രദ്ധിക്കില്ല എന്ന് മറ്റുള്ളവരെ ചിന്തിക്കുന്നതിലേക്കും നയിച്ചു. അവൻ പറയുന്നു, ക്രൈസ്തവ സ്വാതന്ത്ര്യത്തിന്റെ സന്ദേശമാണ് അവർ പഠിപ്പിക്കുന്നത്. അവർക്ക് ഇഷ്ടമുള്ളതെല്ലാം ചെയ്യുവാനുള്ള അനുമതിയായി അവർ ഇതിനെ കണ്ടു. അതുകൊണ്ട് തന്നെയാണ് പത്രോസ് പൗലോസിന്റെ ലേഖനങ്ങളെ പിന്നീട് 3-ാം അധ്യായത്തിൽ കൊണ്ടുവരുവാൻ പോകുന്നത്. ഈ ഉപദേഷ്ടാക്കന്മാർ പൗലോസിന്റെ ക്രിസ്തുവിലുള്ള സ്വാതന്ത്ര്യം എന്ന സന്ദേശത്തെ വളച്ചൊടിച്ചതായി കാണപ്പെടുന്നു. പക്ഷേ പൗലോസ് അർത്ഥമാക്കിയത് ഈ രീതിയിലുള്ള സ്വാതന്ത്ര്യമല്ല. അങ്ങനെ പത്രോസ് വ്യക്തമാക്കുന്നു, ഈ ഉപദേഷ്ടാക്കന്മാരെല്ലാം യഥാർത്ഥത്തിൽ സ്വതന്ത്രരല്ല. വാസ്തവത്തിൽ അവർ അവരുടെ ശാരീരിക ഉൾപ്രേരണകൾക്ക് അടിമകളാണ്. അവർ ക്രിസ്ത്യാനികളാണെന്ന വാസ്തവം ഇതിനെ കൂടുതൽ പരിതാപകരമാക്കുന്നു. കാരണം യേശുവിന്റെ ഉപദേശങ്ങളെ അറിയുന്നത് അവരെ ഇരട്ടി ഉത്തരവാദികളാക്കുന്നു. അവർ പുരാതന പഴഞ്ചൊല്ലുപോലെ നായ അതിന്റെ ഛർദിയിലേക്ക് തിരിയുന്നു, ശുദ്ധമായതിനു ശേഷം പന്നി വീണ്ടും ചെളിയിലേക്ക് പോകുന്നു എന്നിങ്ങനെയുള്ള ദയനീയ ഉദാഹരണങ്ങളായി തീർന്നു. പത്രോസ് പിന്നീട് ഉപദേഷ്ടാക്കന്മാരുടെ അന്തിമ കണക്കുതീർക്കലിന്റെ നിഷേധത്തിനു പിന്നിലുള്ള കാരണങ്ങളെക്കുറിച്ച് സംബോധന ചെയ്യുന്നു. അവർ പറയുന്നത് ദൈവജനത്തിന്റെ തലമുറകൾ അവരുടെ പ്രത്യാശയുടെ പൂർത്തീകരണം കാണാതെ വരികയും പോകുകയും ചെയ്യുന്നു. എവിടെയാണ് യേശുവിന്റെ ഈ വാഗ്ദത്ത മടങ്ങിവരവ്? ഈ നിഷേധം എത്ര ചെറിയ ദൃഷ്ടിയുള്ളതാണെന്ന് കാണിച്ചുകൊണ്ട് പത്രോസ് പ്രതികരിക്കുന്നു. അവൻ പറയുന്നു, നാം അധിവസിക്കുന്ന സവിശേഷമായ ഈ പ്രപഞ്ചത്തിലേക്ക് ചുറ്റും നോക്കുക. നാം എല്ലാവരും നിലനിൽക്കുന്നുവെന്ന സത്യം എല്ലാ അർത്ഥത്തിലും ഭൂതകാലത്തിൽ എപ്പോഴോ ഒന്നുമില്ലാത്തതിൽ നിന്ന് ചിലത് കൊണ്ടുവരുവാനും താറുമാറായതിൽ നിന്ന് ഒരു ക്രമം കൊണ്ടുവരുവാനും ദൈവത്തിന്റെ വചനം ഒരു വിചിത്രമായ രീതിയിൽ ഇടപെട്ടതിനാലാണ്. അവനത് വീണ്ടും ചെയ്യുവാൻ കഴിയും. അതുകൊണ്ട് യഥാർത്ഥ ചോദ്യം ഇതാണ്: എന്തുകൊണ്ടാണ് ദൈവം ഒരുപാട് സമയമെടുക്കുന്നത്? എന്നാൽ സമയത്തെക്കുറിച്ചുള്ള നമ്മുടെ ധാരണ വളരെ പരിമിതമാണെന്ന് പത്രോസ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. ദൈവം പ്രവർത്തിക്കുന്ന സമയവിശാലത നമ്മുടെ ചെറിയ ജീവിതത്തിന്റെ ചട്ടക്കൂടിനോട് അനുയോജ്യമാകുന്നതല്ല. ഈ നീണ്ട കാലഘട്ടം യഥാർത്ഥത്തിൽ ദൈവത്തിന്റെ ക്ഷമയുടെ അടയാളമാണ്. കാരണം ഓരോ തലമുറയ്ക്കും തങ്ങളുടെ സ്വാർത്ഥത തിരിച്ചറിയുവാനും എളിമപ്പെടുവാനും ദൈവത്തിന്റെ മഹാകൃപയുടെ മുൻപാകെ അനുദപിക്കുവാനും അവസരം ലഭിക്കുന്നു. അങ്ങനെ ദൈവത്തിന്റെ കൃപ കർത്താവിന്റെ നാളിൽ കഥയെ അവസാനിപ്പിക്കും. ഇവിടെ പത്രോസ് ദൈവത്തിന്റെ നീതിയുടെ ദിവസത്തെ ദഹിപ്പിക്കുന്ന അഗ്നി എന്ന് വിശേഷിപ്പിച്ച യെശയ്യാവിന്റെയും സെഫന്യാവിന്റെയും പ്രവചനകാവ്യത്തെ വരച്ചുകാട്ടുന്നു. പത്രോസ് പറയുന്നു, ആകാശം മാറിപ്പോകും, സ്റ്റോയിക്കിയ അഗ്നിയാൽ ഉരുകിപ്പോകും. ഇത് മൂലകങ്ങളെ സൂചിപ്പിക്കുന്ന ഒരു യവനപദമാണ്. ഈ സന്ദർഭത്തിൽ ഇത് അർത്ഥമാക്കുന്നത് ഭൗതിക പ്രപഞ്ചം അലിഞ്ഞുപോകുന്നതിനെയാണ്. അഥവാ കൂടുതൽ സാധ്യത ഇത് ജ്യോതിർഗോളങ്ങൾ അഥവാ നക്ഷത്രങ്ങളെ സൂചിപ്പിക്കുന്നു. അതാണ് പത്രോസ് എടുത്തു പറഞ്ഞ യെശയ്യാവ് 34-ാം അധ്യായത്തിൽ ഈ പദം അർത്ഥമാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ വരി ഒരു സാദൃശ്യമാണ്. എല്ലാം കാണുന്ന ദൈവമുൻപാകെ ആകാശം ചുരുണ്ടുപോകുന്നതിനെക്കുറിച്ചുള്ള സാദൃശ്യം. ഇതുകൊണ്ട് തന്നെയാണ് പത്രോസ് പറയുന്നത്, കർത്താവിന്റെ നാളിൽ ഭൂമിയും അതിലെ സകല പ്രവൃത്തികളും തുറന്നുകാട്ടപ്പെടും. ദൈവത്തിന്റെ ദഹിപ്പിക്കുന്ന നീതിയുടെ ആത്യന്തികമായ ഉദ്ദേശ്യം ഭൗതികമായ പ്രപഞ്ചത്തെ ഛിന്നഭിന്നമാക്കുന്നതിനല്ല, മറിച്ച് ഇത് തിന്മയെയും അനീതിയെയും തുറന്നുകാട്ടി ഇല്ലാതാക്കുവാനാണ്. അതിനാൽ ഒരു പുതിയ രീതിയിലുള്ള സ്വർഗവും ഭൂമിയും ഉണ്ടായിവരും. ഇത് നീതിയാൽ വ്യാപരിക്കപ്പെട്ടതും ദൈവസ്നേഹത്താൽ നിറഞ്ഞതും ദൈവത്തെ അറിയുകയും സ്നേഹിക്കുകയും തങ്ങളെപ്പോലെ തന്നെ അയൽക്കാരനെയും സ്നേഹിക്കുകയും ചെയ്യുന്ന ജനതയെക്കൊണ്ട് നിറഞ്ഞതായ ഒന്നാണ്. പത്രോസ് ഇവിടെ ഉപസംഹരിച്ചുകൊണ്ട് പറയുകയാണ്, ഇതാണ് യേശുവും പൗലോസ് ഉൾപ്പെടെയുള്ള എല്ലാ അപ്പോസ്തലന്മാരും പ്രസ്താവിച്ചുകൊണ്ടിരുന്ന യഥാർത്ഥ ക്രൈസ്തവ പ്രത്യാശ. പൗലോസിന്റെ രചനകൾ എഴുതുവാനുള്ള സന്ദർഭത്തിൽ നിന്ന് പറിച്ചെടുക്കുകയാണെങ്കിൽ അവ തെറ്റിദ്ധരിക്കപ്പെടാം. പക്ഷേ എല്ലാ അപ്പോസ്തലന്മാരും ഒരേ താളിലാണ്. അങ്ങനെ പത്രോസ് തന്റെ സഭയോടുള്ള അന്തിമ സംബോധന അവസാനിപ്പിക്കുന്നു. ഇപ്പോൾ 2 പത്രോസിന്റെ സംസാരശൈലി ശരിക്കും കഠിനമായി അനുഭവപ്പെടുന്നു. പക്ഷേ അവന്റെ വികാരം ദൈവം ലോകത്തെ സ്നേഹിക്കുന്നുവെന്നും യേശുവിലൂടെ അതിനെ രക്ഷിക്കുവാൻ ഉറച്ചിരിക്കുന്നുവെന്നുമുള്ള ഒരു ദൃഢവിശ്വാസത്തിൽ നിന്നുമാണ് വരുന്നത്. അതിനാൽ ഇതിന്റെ അർത്ഥം ദൈവസ്നേഹം അവന്റെ പ്രിയപ്പെട്ട ലോകത്തെ നശിപ്പിക്കുന്ന പാപത്തെയും അനീതിയെയും എതിരിടുകയും കൈകാര്യം ചെയ്യുകയും വേണം. അങ്ങനെ ദൈവത്തിന്റെ സ്വന്തം സമയത്ത് അവനത് ചെയ്യും. മനുഷ്യവർഗത്തിനും പ്രപഞ്ചത്തിനുമായി ഒരു പുതിയ ഭാവിയെ തുറക്കുന്നു. അതുകൊണ്ട് 2 പത്രോസിന് ലോകത്തിനായുള്ള ഒരു വിസ്തൃതമായതും വ്യാപ്തിയുള്ളതുമായ പ്രത്യാശയുടെ ദർശനമാണുള്ളത്. ഇത് നമ്മെ നമ്മുടെ ദൈനംദിന ജീവിതത്തെ പരിശോധിക്കുവാൻ ആഹ്വാനം ചെയ്യുന്നു. ഇതാണ് പത്രോസ് എഴുതിയ 2-ാം ലേഖനത്തിന്റെ ഉള്ളടക്കം.